എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓയിൽ പെയിന്റിംഗ് പോർട്രേറ്റിനെ പറ്റിയാണ്. ഓയിൽ പെയിന്റിംഗ് പോർട്രേറ്റ് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ തന്നു കഴിഞ്ഞാൽ പലരും കള്ളിയിട്ട് വരയ്ക്കും. പിന്നെ അത് മറ്റേതെങ്കിലും രീതിയിലൊക്കെ കോപ്പി എടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ അളവെടുത്താണ് വരയ്ക്കുന്നത്. എങ്കിൽ പോലും നമുക്കൊരു മോഡൽ വെച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെയിന്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ സ്കെച്ച് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും, പക്ഷെ പെയിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ക്യാരക്ടർ, ആ ഫേസിന്റെ, അതായത് ഓവൽ ഷേപ്പിലുള്ള ഫേസ് ആണോ, അതല്ലെങ്കിൽ പിന്നെ അത് നല്ല വട്ടത്തില്, നമ്മൾ പറയില്ലേ ഈ ചന്ദ്രന്റെ പോലെ വട്ടത്തിൽ, പൗർണമി ചന്ദ്രൻ എന്നൊക്കെ പറയും, അങ്ങനെ നല്ല വട്ടത്തിലുള്ള മുഖമുണ്ട്. അതുപോലെ തന്നെ ഈ അടിയിലൊക്കെ ഇങ്ങനെ കട്ടിങ്സ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോ പിന്നെ വൃദ്ധന്മാരുടെ, അതായത് വൃദ്ധന്മാരുടെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇവിടെ കവളിൽ ചിലർ ഒട്ടിയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ എല്ലിൻ്റെ ആ തള്ളച്ചുണ്ടായിരിക്കും, ഇവിടുത്തെ കുഴി ഉണ്ടായിരിക്കും, കണ്ണിൻ്റെ ഇവിടുത്തെ, അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ നമ്മൾ ആദ്യം പെയിന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ ലെവല് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെയിന്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇത് മനസ്സിലാക്കാതെ അവിടെ എന്താ ഷെയ്ഡ്, എന്തുകൊണ്ടാണ് അവിടെ ഷെയ്ഡ്, ഇവിടെ എന്തുകൊണ്ടാണ് ഷെയ്ഡ്, ഇത് തിരിച്ചറിയാതെ വെറുതെ ആ ഷെയ്ഡ് അതുപോലെ തന്നെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിലായിരിക്കില്ല ആ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ. കാരണം ഒരു ഷെയ്ഡ് വരുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഫേസിന്റെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കി, എത്ര ഏജ് ഉള്ളതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ആ പെയിന്റിങ് ചെയ്യാനായിട്ട്. ആ പെയിന്റിങ് ചെയ്യുമ്പോൾ നമ്മളത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ റിസൾട്ട് അതൊന്ന് വേറെ തന്നെയായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പറഞ്ഞ പെയിന്റിങ്, അതായത് ഓയിൽ പെയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡ്രൈ ആയിട്ട് പോകാൻ സാധ്യതയില്ല, വളരെ ലോ ആയിട്ട് അത് ഡ്രൈ ആവുള്ളൂ. ചിലതൊക്കെ ഒരാഴ്ച പിടിക്കും അത് ഉണങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ ഓയിൽ പെയിന്റിങ്ങിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഉണങ്ങാതിരിക്കുന്നത് കൊണ്ട്, അതായത് ഈ എണ്ണ ചേരുമ്പോൾ അത് ഉണങ്ങാൻ സമയമെടുക്കുന്നത് കൊണ്ട് നമുക്ക് പല കളറുകൾ ഫേസിൽ തന്നെ വെച്ച് പല കളറുകൾ നമുക്ക് 2-3 ലെയറുകൾ ഒന്നിച്ച് ചെയ്യാൻ സാധിക്കും. അതായത് ആദ്യം ഒരു ലെയർ കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ലെയറിൽ നമുക്കത് ആദ്യത്തിൽ കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒരു പ്രത്യേക കളർ കൊണ്ടുവരാൻ സാധിക്കും. ഇത് അക്രിലിക്കിൽ സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് മറ്റ് മീഡിയം, ഏത് മീഡിയം വാട്ടർ കളറൊക്കെ ആണെങ്കിലും സാധിക്കില്ല. അതാണ് ഈ ഓയിൽ പെയിന്റിങ്ങിന്റെ പ്രത്യേകത. പിന്നെ മറ്റൊന്ന് വെച്ചാൽ ഓയിൽ പെയിന്റിങ് ഡ്രൈ ആവാത്തതുകൊണ്ട് അത് കയറി പിടിക്കുന്ന സ്വഭാവമുണ്ട്. നമുക്ക് ഡാർക്ക് കളർ വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന ലൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് കളർ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഈ ഡാർക്ക് കളർ നമ്മുടെ ബ്രഷിന്റെ മുകളിൽ ടച്ച് ആവുകയോ അശ്രദ്ധമായിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അതിലേക്ക് ടച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കളർ ചിലപ്പോൾ കിട്ടാതെ വരുമ്പോൾ പലർക്കും അതൊരു ടെൻഷനായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ടെൻഷനൊക്കെ മാറ്റി സ്വതന്ത്രമായിട്ട് നമ്മളത് വളരെ റിലാക്സ് ആയിട്ട്, മൈൻഡ് വളരെ റിലാക്സ് ആയിരിക്കണം. അങ്ങനെ നല്ല മൂഡിൽ വേണം ഓയിൽ പെയിന്റിങ് പോർട്രേറ്റ് ചെയ്യാൻ. എല്ലാ ചിത്രവും അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് നമുക്കൊരു ഛായാചിത്രം, ഒരാളുടെ ഫോട്ടോ ആണ് വരയ്ക്കുന്നത്, അയാളുടെ ശരിക്കുള്ള ഛായ, ആ മുഖഛായ അവിടെ ഉണ്ടാവണം. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകതകളൊക്കെ എന്താണ്? ഒരു മൊണാലിസ വരച്ചു, നമുക്ക് എല്ലാവർക്കും പ്രസിദ്ധമായിട്ട് മൊണാലിസ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മൊണാലിസയ്ക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അയാളുടെ പുഞ്ചിരിയാണ്. ഒരു പക്ഷേ മൊണാലിസ 4 വർഷമൊക്കെ എടുത്ത് വരച്ചാന്ന് പറയുന്നുണ്ട്. അങ്ങനെ 4 വർഷം എടുത്തിട്ടുള്ള ആ പോർട്രേറ്റ് മോഡൽ വെച്ചിട്ടാണ് അദ്ദേഹം വരച്ചിട്ടുള്ളത്, ഡാവിഞ്ചി വരച്ചിട്ടുള്ളത്. അത് നമുക്ക് ചരിത്രം അതാണ് പറയുന്നത്, മോഡൽ വെച്ച് വരച്ചിട്ടുള്ള ചിത്രമാണ്. ഈ മൊണാലിസയ്ക്ക് നമുക്ക് പുഞ്ചിരിയുടെ കാര്യങ്ങളൊക്കെ പല വീഡിയോസായിട്ടും നമുക്ക് പല വഴിക്കുന്നതായിട്ട് നമുക്ക് അതിനെപ്പറ്റി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ മൊണാലിസ മോഡൽ നിർത്തിയത് 4 വർഷത്തേക്ക് സമയം എടുത്തുകൊണ്ടാണ് മോഡൽ നിർത്തിയത്. നമുക്കറിയാം ഈ 4 വർഷത്തിൽ പല മാസങ്ങളായിട്ടും ഇങ്ങനെ മോഡൽ വന്നിരിക്കും, പിന്നെ പൂവിലും, പിന്നെ വേറെ ദിവസം വിളിക്കും, അപ്പോൾ വീണ്ടും മോഡൽ വന്നിരുന്ന് പെയിന്റ് ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള മൈൻഡോട് കൂടി, അതായത് ഈ പെയിന്റിങ് കഴിയണില്ല എന്നുള്ള മൈൻഡോട് കൂട്ടിയായിരിക്കാം വന്നിരിക്കേണ്ടത്. ചിലപ്പോൾ കഴിഞ്ഞിട്ടുള്ള സന്തോഷം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളായിരിക്കും ഈ പറഞ്ഞ മൊണാലിസയുടെ മുഖത്തുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം ആ ചിത്രം വരച്ചിട്ടുള്ള ഡാവിഞ്ചിക്ക് ഒരു പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഭാവങ്ങളൊക്കെ കൂട്ടിക്കലർന്നിട്ടുള്ള ഒരു ഫിഗറായിട്ട് വന്നിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ അത് ഇവിടെ പറഞ്ഞു വരുന്നത് ആ ചെറിയ ലെയറുകൾക്ക് വരെ വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നമ്മൾ ഈ പുഞ്ചിരി സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്നാൽ പുഞ്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് ഈ ചെറിയ ലെയർ ഡാവിഞ്ചി അത്ര ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രമാണ്
അദ്ദേഹത്തിന് ആ റിസൾട്ട് ആ ചിത്രത്തിൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പെയിന്റിങ് ചെയ്യുമ്പോൾ, അതായത് സ്കെച്ച് ഇടാൻ വേഗിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫ് ഇട്ട് നമുക്ക് ആ സ്കെച്ച് ഇട്ട് നമ്മുടെ ജോലി അതോട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ പെയിന്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആ ഒരു എന്താ പറയുക ത്രിമാനത, അല്ലെങ്കിൽ അതിൻ്റെ ആ പെർഫെക്ഷൻ നമുക്ക് ചിത്രത്തിൽ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് പാർട്ടിക്കാർ നമുക്ക് തന്ന ഫോട്ടോ തന്നിട്ടുള്ള പാർട്ടിക്കാർക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. പ്രത്യേകിച്ച് ഓയിൽ പെയിന്റിങ്ങിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ് ഓയിൽ പെയിന്റിങ്, പ്രത്യേകിച്ച് അത് ഉണങ്ങാത്തൊരു മീഡിയമാണ്. അതുകൊണ്ട് തന്നെ അക്രിലിക് പെയിന്റിംഗ് ആണ് എല്ലാവരും വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അക്രിലിക് പെയിന്റിങ്ങിന് നമ്മൾ ഫോട്ടോസൊക്കെ വരയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങുന്നത് കൊണ്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഓയിൽ പെയിന്റിങ് ഏറ്റവും ബെസ്റ്റാണെന്ന് പറയാൻ കാരണം. നമുക്കൊരു സ്കിൻ ടോൺ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് എത്ര കളറുകൾ ലെയറുകൾ അതിൽ മിക്സ് ചെയ്ത് വേണം, അതിൻ്റെ സ്കിൻ ടോൺ കിട്ടാനായിട്ടുള്ള ആ ഐഡിയകൾ എന്തൊക്കെ വേണം എന്നുള്ളത് ശരിക്ക് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ചിന്താഗതി പ്രതിഫലിപ്പിക്കണമെങ്കിൽ ശരിക്ക് ഓയിൽ പെയിന്റിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് മീഡിയം. മറ്റത് നമുക്ക് വീണ്ടും നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാലും അതിൽ എന്താ പറയുക പെട്ടെന്ന് ഡ്രൈ ആയതുകൊണ്ട് അതിൻ്റെ പാച്ചുകൾ വീഴും, ബ്രഷിൻ്റെ ആ സ്ട്രോക്കുകൾ അതിൽ വീഴും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓയിൽ പെയിന്റിങ് ചെയ്യുകയാണ് പോർട്രേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. പിന്നെ പല കളർ മിക്സിങ് നമുക്ക് പ്രത്യേകിച്ചും ഓയിൽ പെയിന്റിങ്ങിന് പല സാധ്യതകളുണ്ട് അതിൽ മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട്. അതായത് നമ്മൾ ക്യാൻവാസിൽ വെച്ചിട്ട് തന്നെ നമുക്ക് 2 ലെയറുകൾ കൂടി മിക്സ് ചെയ്യാൻ പറ്റും. അക്രിലിക്കിൽ അത് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്തുകൊണ്ടും നമുക്ക് ഈ എണ്ണച്ചായ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അതിൻ്റെതായ ഒരു സൗന്ദര്യം പ്രത്യേകിച്ച് കിട്ടും. മാത്രമല്ല, ഇനിയിപ്പോൾ അക്രിലിക്കിൻ്റെ കാലഘട്ടം, അതായത് ഇപ്പോൾ എല്ലാവരും അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര കാലം ഈട് നിൽക്കും എന്ന് അറിയാൻ പറ്റില്ല. കാരണം അതൊരു പ്ലാസ്റ്റിക് ഷീറ്റ്, ഇപ്പം നിങ്ങൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ പെയിന്റ് ചെയ്തിട്ടുള്ള വല്ല പാലറ്റിലാണ് അക്രിലിക് പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും ഡ്രൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചീന്തിയെടുക്കാൻ പറ്റും. ആ ഡിഷിൽ നിന്ന് ആ പെയിന്റ് ഒന്നിച്ചൊരു പ്ലാസ്റ്റിക് പോലെ ഇങ്ങനെ ചീന്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പിടുത്തം അത്ര മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. പക്ഷെ അത് ക്യാൻവാസിലാകുമ്പോൾ എത്ര കാലം നിലനിൽക്കും എന്ന് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ അക്രിലിക് വാട്ടർ കളർ സ്റ്റൈലിൽ നമുക്ക് പെയിന്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ക്യാൻവാസിൽ അത് ഇറങ്ങി ചെല്ലുന്നതുകൊണ്ടും പിന്നെ കട്ടി കുറവുള്ളത് കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് അതവിടെ ഇരിക്കും.